السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. അക്ഷരങ്ങളെ പരസ്പരം ലയിപ്പിച്ച് ഉച്ചരിക്കുക എന്ന ഭാഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് അൽ മുതമാസിലാൻ എന്ന് വെച്ചാൽ ഹുമൽ ഹർഫാൻ ഇല്ലദാൻ ഇത്തഫഖ ഇസ്മൻ വമഖ്റജൻ വസിഫതൻ. നാമത്തിലും മഖ്റജിലും സ്വരവിശേഷണത്തിലും യോജിച്ചത് എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ള അക്ഷരം ഏതുപോലെ? ഖദ്ദാലൈൻ, രണ്ട് ദാല് പോലെ. വഖദ്ദഖലു എന്ന സൂറത്തുൽ മാഇദ 61-ാമത്തെ വചനത്തിൽ വഖദ്ദഖലു ദാലും ദാലും ഇദ്ഗാം ചെയ്തോതുന്നു. അപ്പം ഇങ്ങനെ ഒരേ പോലെയുള്ള അക്ഷരങ്ങൾ ചേർന്ന് അടുത്തതായി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇദ്ഗാമും ഇൽഹാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ വരുന്ന അക്ഷരങ്ങൾക്കാണ് അൽ മുതമാസിലാൻ എന്ന് പറയുക. മുതമാസിലാനി എന്ന് പറയുമ്പോൾ അത് 3 ഇനമാണ്: സഗീർ, കബീർ, മുത്ലഖ് എന്നിങ്ങനെ. ഇതിൽ സഗീർ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് സൂചിപ്പിച്ചത്. സഗീർ എന്നാൽ ആദ്യാക്ഷരം സാക്കിനും രണ്ടാമത്തേത് മുതഹരിക്കുമാവുക. അതാണ് സഗീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖദ് ദഖലു എന്ന് പറഞ്ഞതുപോലെ വഖദ് എന്ന സാക്കിനായ ദാലിനെ ദഖലു എന്ന ഹറക്കത്തുള്ള ദാലിൽ പൂർണ്ണമായും ലയിപ്പിക്കുന്നു. വേറെയും ഉദാഹരണങ്ങളാണ് ഇദ്ഹബ് ബി കിതാബി, അതുപോലെ ഖുൽ ലാ അംലികു ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ. ഒറ്റപ്പദത്തിലും വന്ന ഉദാഹരണമുണ്ട്. വമൻ യുക്രിഹുന്ന സൂറത്തുൻ നൂറിൽ, അതുപോലെ സൂറത്തുൻ നിസായിൽ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. ഇപ്രകാരം വരുന്ന ഒരേപോലെയുള്ള അക്ഷരങ്ങൾ ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തും വരുമ്പോൾ ഇദ്ഗാം ചെയ്യണമെന്നത് നിർബന്ധമാണ്. അതാകുന്നു ഇദ്ഗാം മുതമാസിലൈനി സഗീറിൻ്റെ വിധി. വുജൂബുൽ ഇദ്ഗാം എന്നതാണ്. മീമും നൂനും ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അവിടെ ഉന്നത്ത് കൂടി കൂടുതലായി വരുന്നു, മണിച്ചുകൊണ്ടും ഓതണം. മിൻകും മർദ വലൻ നുശ്രിക എന്നൊക്കെ പറയുന്നത് പോലെ അവിടെയും ഇദ്ഗാം മുതമാസിലൈനിയാണ്. ഇദ്ഗാം മിസ്ലൈനി എന്നും പറയാവുന്നതാണ്. ഇദ്ഗാം മിസ്ലൈനി സഗീർ അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈനി സഗീർ. സഗീർ എന്ന് പറഞ്ഞത് നാം പറഞ്ഞു ആദ്യാക്ഷരത്തിന് സുക്കൂനായതുകൊണ്ടാണ് സഗീർ എന്ന് പറയാൻ കാരണം. ഇത് ദീർഘാക്ഷരങ്ങളാണെങ്കിൽ ദീർഘാക്ഷരമായ വാവും ശേഷം ഹറക്കത്തുള്ള വാവും വരുമ്പോൾ അവിടെ ഇദ്ഗാം ഉണ്ടാവുകയില്ല. ആമനു വഅമിലു എന്നതുപോലെ, യാ ലൈത ഖൗമി യഅലമൂൻ എന്നതുപോലെ വാവ്, യാ എന്നീ ദീർഘാക്ഷരങ്ങൾ വരിക, ശേഷം ഹറക്കത്തുള്ള വാവോ യാ ഓ വരിക, അവിടെ ഇദ്ഗാം ഉണ്ടാവുകയില്ല. സൂറത്തുൽ ഹഖ 28ഉം 29ഉം ചേർത്തോതുമ്പോൾ മാലിയ ഹലക മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി എന്ന് ഇദ്ഗാം ചെയ്തോതാം. മാലിയ ഹലക. ഇതാണ് ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം ഒന്നാമതായി മനസ്സിലാക്കാനുള്ളത്. രണ്ടാമതായി മറ്റൊരു വജ്ഹ് ഇമാം ഹഫ്സിനുള്ളത് അവിടെ സക്ത ചെയ്തുകൊണ്ട് ഓതുക എന്നതാണ്. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി എന്ന് ശബ്ദം മാത്രം മുറിച്ചുകൊണ്ട് ഇൽഹാർ ചെയ്ത് ഓതുക. അങ്ങനെ ഈ 2 രീതിയും ഇമാം ഹഫ്സിൻ്റെ റിവായത്തിൽ സ്വീകരിക്കാവുന്നതാണ്. ചേർത്തോതുമ്പോൾ ഇദ്ഗാം ചെയ്യാം, അല്ലെങ്കിൽ സക്ത ചെയ്ത് ഇൽഹാർ ചെയ്തോതാം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.